ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ചുരിദാറിൽ പോട്ട്ലി ബട്ടൺസ് എങ്ങനെ വെക്കുക എന്നുള്ളതാണ്. സിമ്പിളായിട്ടുള്ള ഒരു ചുരിദാറാണിത്. ഇത് പ്ലെയിൻ കളറിലുള്ള ചുരിദാറിൽ സെയിം കളറിലുള്ള പോട്ട്ലി ബട്ടൺസ് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനിലൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാം. ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുള്ളത് 2.5 മീറ്റർ ഡയമണ്ട് ജോർജറ്റാണ്. പിന്നെ ലൈനിങ് സാധാരണ കോട്ടൻ്റെ ലൈനിങ് ആണ്. പിന്നെ ഈ വീഡിയോ ബേസിക്കായിട്ട് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. ഇതിൽ മെയിനായിട്ട് പോട്ട്ലി ബട്ടൺസ് എങ്ങനെയാണ് വെക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അല്ലാതെ ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മെറ്റീരിയൽ മടക്കി വിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ അളവിനുള്ള ചുരിദാറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് കട്ട് ചെയ്യാറ്. ഇത് മാർക്ക് ചെയ്തിട്ട് ഇനി കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ആദ്യം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ടത് നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് പീസാണ്. അപ്പോൾ അതാദ്യം കട്ട് ചെയ്തെടുക്കാം. ഇത് ചുരിദാറിൻ്റെ ബാക്ക് പീസാണ്, അത് മറക്കരുത്. ഇതേ അളവിൽ തന്നെ ലൈനിങ്ങും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി മടക്ക് വരുന്ന ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മുടെ ബാക്ക് പീസ് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ മടക്ക് വരുന്ന ഭാഗത്ത് വെക്കണം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാൻ. ബാക്ക് പീസാണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ വെട്ടുന്നത് ഫ്രണ്ട് പീസാണ്, അത് മാറിപ്പോരുത്. അപ്പോൾ ഇതിങ്ങനെ വെക്കാൻ കാരണം നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ഉള്ള ചുരിദാറാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ ഇട്ട് കൊടുക്കുമ്പോൾ അതിന് സീം എലവൻസ് ഒക്കെ വേണമല്ലോ. അപ്പോൾ അതിനുള്ള എക്സ്ട്രാ തുണിയാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. ഒന്ന് പിൻ ചെയ്തിട്ട് ഒന്ന് സെക്യൂർ ആക്കി വെച്ചോളൂ, എന്നാൽ പിന്നെ കട്ട് ചെയ്യാനൊന്നും അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ലൈനിങ്ങിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. മുകളിൽ നിന്ന് താഴെ വരെ കട്ട് ചെയ്യണം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ലൈനിങ്ങും ചേർത്ത് ഇപ്പോൾ നമുക്ക് 4 പീസ് ഉണ്ട്. ഇനി ഞാൻ നെക്ക് അടയാളപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള നെക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സെൻറ്ററിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണല്ലോ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് വേണം കേട്ടോ അളവെല്ലാം എടുക്കാൻ. ഇതുപോലെ ഈ 1/2 ഇഞ്ച് എപ്പോഴും നിങ്ങൾ വിട്ടിട്ട് വേണം ചെയ്യാൻ. പിന്നെ ബാക്ക് നെക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് നെക്ക് ഞാൻ കുറച്ച് മാത്രമേ എടുക്കാറുള്ളൂ. 1 ഇഞ്ച് മാത്രമാണ് ഡീപ്പ് എടുത്തിട്ടുള്ളത്. നെക്കിൽ ഞാൻ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് ചെയ്യാണ്. ലൈനിങ് മാത്രം യൂസ് ചെയ്തിട്ട് നെക്ക് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്ലീവ് കട്ട് ചെയ്യുന്നൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഫാബ്രിക്കിൻ്റെ നല്ല ഭാഗത്ത് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്കിലൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പും വിട്ടിട്ടുണ്ട്, താഴേക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും വിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ മുകളിൽ ഇവിടെ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കുത്തി നിർത്തി വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ ഞാൻ ഈ 2 പീസും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് തട്ടാതെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ലൈനിങ് ബാക്കിലേക്ക് നന്നായിട്ട് അയൺ ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഈ ഒരറ്റത്തു നിന്ന് തുടങ്ങി താഴെ വരെ നമുക്ക് പതിച്ചടിക്കണം. അതുപോലെ തന്നെ 2 സൈഡിലും ചെയ്യണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. ഇതിപ്പോൾ 2 പീസ് തുണിയാണല്ലോ, അപ്പോൾ നമുക്ക് ഇത് ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു ലോങ് സ്ട്രിപ്പ് വേണം. അപ്പോൾ നമുക്ക് ആദ്യം അത് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനൊരു 3.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നടുമടക്കി ഒരു 1/4 ഇഞ്ചോളം തയ്യൽ തുമ്പിട്ടിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അകം പുറം മറിക്കണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചുരിദാർ എത്ര ലെങ്ത്താണ് വേണ്ടത് അതിൽ നിന്ന് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ടുള്ള ലെങ്ത്താണ് ഇതിൻ്റേത് എടുക്കേണ്ടത്. പിന്നെ ഞാൻ എൻ്റെ ചുരിദാർ എടുത്തിട്ടുള്ളത് 45 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് മുകളിൽ കഴുത്തിൻ്റെ 6 ഇഞ്ചും പോയി. പിന്നെ താഴെ ഞാനൊരു ഓപ്പൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 8 ഇഞ്ചിൻ്റെ ഓപ്പണാണ്. അപ്പോൾ അത് രണ്ടും കുറച്ചിട്ടുള്ള അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ 31 ഇഞ്ചാണ് ഈ ഒരു സ്ട്രിപ്പിൻ്റെ അളവ്. ഒന്ന് അയൺ ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലൂടെ ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇനി ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഏതെങ്കിലും ഒരു പീസിൻ്റെ താഴെ വെച്ച് കൊടുക്കാം. ഈ സ്ട്രിപ്പിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ മടക്കുന്നുണ്ട്. നമ്മൾ ആ സ്ട്രിപ്പിന് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ സെൻറ്റർ മാറിപ്പോവാതിരിക്കാനാണ് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത പീസും കൂടെ ഇതിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതിന് മുമ്പായിട്ടാണ് നമ്മൾ പോട്ട്ലി ബട്ടൺസ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ബട്ടൺസ് ഉണ്ടാക്കാൻ ഞാൻ ഏകദേശം 1.5 ഇഞ്ച് നീളത്തിലും വീതിയിലുമുള്ള പീസ് തുണികൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ അതുപോലെ കുറച്ച് തുണി ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനുള്ളിൽ വെക്കുന്ന ബോൾസിന് പകരമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തെർമോക്കോളിൻ്റെ ബോൾസും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ഇനി ഈ ചെറിയ പീസ് തുണികൾ ജസ്റ്റ് കയ്യിലിട്ടിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള തുണിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊതിയണം. എന്നിട്ട് ഇങ്ങനെ ഒരു ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ട് നല്ലൊരു ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. സെയിം കളറ് നൂല് തന്നെ യൂസ് ചെയ്തിട്ടൊന്ന് കെട്ടിയാൽ മതി. നന്നായിട്ട് ടൈറ്റാക്കി കെട്ടണം. എന്നിട്ട് ഇതിൻ്റെ ഈ ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ബട്ടൺസ് റെഡിയായി. ഇതുപോലെ നമുക്ക് എത്രണ്ണം വേണോ അത്രയും ഉണ്ടാക്കിയെടുക്കണം. ഇനി ഇത് ചുരിദാറിലേക്ക് അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര പോട്ട്ലി ബട്ടൺസ് വെക്കണോ അതിനനുസരിച്ച് വെക്കാം. പിന്നെ നിങ്ങളുടെ മെഷീനിൽ സിംഗിൾ ഫൂട്ട് ഉണ്ടെങ്കിൽ അതിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും ഈസി. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നത് ഒരു 5 ബട്ടൺസ് അടുപ്പിച്ച് വെച്ചതിന് ശേഷം പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും 5 വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഗ്യാപ്പ് ഇടാതെ ഒന്നിച്ച് താഴെ വരെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ഇതിങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓരോന്ന് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ആദ്യം ഒരു 5 വെച്ചു, പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും 5 വെച്ചിട്ടുണ്ട്. അങ്ങനെ താഴെ വരെ ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ നെക്ക് മുതൽ തന്നെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സാധാരണ പോലെ തന്നെ ബാക്ക് പീസും ഫ്രണ്ട് പീസും സ്ലീവും ഒക്കെ അറ്റാച്ച് ചെയ്ത് സാധാരണ ചുരിദാർ തയ്ക്കുന്ന പോലെ തന്നെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. Thanks for watching.